നമസ്കാരം. നിങ്ങളുടെ ജീവിതം പരീക്ഷണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട അർത്ഥത്തെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന 2 വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ചിത്രം നിലവിളക്കാണ്. രണ്ടാമത്തേതായ ചിത്രം കുങ്കുമമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്കുള്ള മറുപടിയെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അഥവാ വിളക്കാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി പ്രയത്നിച്ച് അല്ലെങ്കിൽ വളരെയധികം ശ്രമിച്ചിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഫലം ലഭിക്കാത്തതിലുള്ള ഒരു പ്രയാസം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും അർഹിച്ച ഫലം ലഭിക്കാത്തതിൽ മനസ്സ് അത്രമേൽ വിഷമിക്കുന്നുണ്ട് എങ്കിലും എല്ലാം ഈശ്വരനിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അതെല്ലാം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നൊരു മനോഭാവം നിങ്ങൾക്ക് ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു. ഈ സമയം പരീക്ഷണങ്ങൾ നേരിടുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ പ്രവർത്തിക്കുകയും അത് ഈശ്വരനിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. അതൊരു ജോലിയാകാം, അല്ലെങ്കിൽ സാമ്പത്തികം നേടുന്നതുമായി ബന്ധപ്പെട്ടാകാം, സ്നേഹബന്ധത്തിലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാകാം. അത് പരിഹരിക്കുവാനും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ അല്ലെങ്കിൽ ഈശ്വരനായി അത് നിങ്ങൾക്ക് അനുകൂലമാണ് എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് അതിൽ കൂടുതലായും അനുകൂല ഫലങ്ങൾ നൽകുവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എങ്കിൽ തീർച്ചയായും ഇപ്പോൾ സംഭവിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നില്ല. എന്നാൽ അതിലും ഇരട്ടിയായി തന്നെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും കടന്നു വരാനുള്ള സാധ്യതകൾ തന്നെയാകാം നിങ്ങൾക്ക് സംഭവിക്കാനായി പോകുന്നത്. അതിനാൽ എല്ലാ തരത്തിലും പ്രതീക്ഷകൾ നിലനിൽക്കുന്നു എങ്കിലും നിങ്ങൾ ഈ സമയം നിങ്ങൾ ഈശ്വരനിൽ സമർപ്പിച്ചിരിക്കുന്നതായ ആ പ്രാർത്ഥന അത് അർഹതപ്പെട്ടതാണ് എങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അർഹതയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകും. എന്നാൽ ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടേണ്ടതായിട്ടില്ല എന്ന് കാണുന്നു. കാരണം ഭഗവാനിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ശക്തി ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന് കാണുന്നു. അതിനാൽ ഒരിക്കലും ആ ശക്തിയെ തള്ളി പറയുവാൻ പാടുള്ളതല്ല. കേവലം ഒരു കാര്യം അനുകൂലമായില്ല അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല എന്ന ധാരണയിൽ ഒരിക്കലും നിങ്ങൾ തള്ളി പറയാൻ പാടില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. അതിനാൽ ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നേറണം. ഈ സമയം വന്ന് ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ പോലും താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. പരീക്ഷണത്തിന്റെ ഫലമായി നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന താൽക്കാലിക തടസ്സങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. അത് തരണം ചെയ്യാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകും. നിങ്ങളുടെ കൺമുൻപിലേക്ക് നിരവധിയാർന്ന അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്നു എന്നും എന്നാൽ അതിൽ പലതും നിങ്ങൾ കാണുന്നില്ല എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. അതായത്
നിങ്ങൾക്ക് നൽകാൻ ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും മുഖം തിരിക്കുവാൻ പാടുള്ളതല്ല. അത്തരം കാര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടോ എന്ന് ഈ സമയം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ആ കാര്യം ഒരുപക്ഷെ നിങ്ങളിലേക്ക് ഭഗവാൻ വീണ്ടും നൽകുന്ന സാഹചര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി വീണ്ടും നൽകുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. അത്തരത്തിലും കാണുന്നു. അതിനാൽ വീണ്ടും നിങ്ങൾക്ക് നൽകുന്നതായ അവസരം അത് കൃത്യതയോടെ വിനിയോഗിക്കുവാൻ, ആ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനാൽ ഇനി നൽകുന്ന അവസരങ്ങൾ അത് പാഴാക്കി കളയരുത് എന്നും കൃത്യതയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നും കാണുവാനായി സാധിക്കുന്നു. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. പ്രയാസങ്ങളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. മാനസികാവസ്ഥ, അത്തരത്തിലൊരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചാൽ പോലും പ്രതിസന്ധികളാൽ അത് പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ അവസ്ഥ. നിങ്ങളുടെ കർമ്മം എന്താണോ അത് നിങ്ങൾ കൃത്യമായി ചെയ്യണം എന്ന സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ചെയ്യാതിരിക്കുവാൻ പല പരീക്ഷണങ്ങളും അല്ലെങ്കിൽ പലരിൽ നിന്നും പല വിധത്തിലും തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം. മാനസിക വിഷമതകൾ പോലും ഉണ്ടായി, ഫോക്കസ് നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ പോലും ഉണ്ടായി എന്ന് വരാം. പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഈ സമയം തീർച്ചയായും നിങ്ങൾ ആ കാര്യം കൃത്യമായി പ്രവർത്തിച്ച് അത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ സമർപ്പിക്കുക. ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും പാഴാക്കുവാൻ പാടുള്ളതല്ല. അത്തരമൊരവസ്ഥ നിങ്ങൾക്ക് ദോഷകരമായി തീരും. നിങ്ങൾ പലപ്പോഴും തളർന്നിരുന്നു എന്ന് വരാം. കാരണം അർഹിച്ചത് അല്ലെങ്കിൽ അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കുമ്പോൾ, അനുകൂല ഫലം ലഭിക്കാതിരിക്കുമ്പോൾ തളർച്ച, അല്ലെങ്കിൽ ആ ഈശ്വരനോട് നിങ്ങൾക്ക് ഒരു അതൃപ്തി, അത്തരം പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ നിങ്ങളുടെ കർമ്മം എന്താണോ അത് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന പ്രധാന സന്ദേശം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളെ തേടി വരുന്നതായ കാര്യങ്ങൾ അത് അപ്രതീക്ഷിതമായിരിക്കും എന്ന് പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം സ്വീകരിച്ചാൽ അത് വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നും കാണുന്നു. ചില വ്യക്തികൾ മൂലം നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകാം. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലൂടെയാകാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത്തരം വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. തുടക്കത്തിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്ന വിഷമം അത് നേർപ്പിക്കുവാനും നിങ്ങൾക്ക് അർഹമായത് നിങ്ങളിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് എന്താണോ ഏറ്റവും വേണ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായത് അതിൽ ഏറ്റവും മികച്ചത് തന്നെയായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുക. ഈ സമയം ഒരു തിരിച്ചറിവിന്റെ പാതയിലേക്ക് നിങ്ങൾ കടക്കും. അത് നിങ്ങളുടെ പരീക്ഷണങ്ങളിലുള്ള വ്യക്തമായ ഉത്തരം തന്നെയായി മാറും. തിരിച്ചറിയാതെ പോയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രത്യേകതകൾ മനസ്സിലാകാതെ പോയിട്ടുള്ള വ്യക്തികൾക്ക് പിന്നീട് അത് നഷ്ടമായി തോന്നാം. എന്നാൽ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതായ കാര്യങ്ങളെക്കാൾ മികച്ചതായ പലതും നിങ്ങളിലേക്ക് കടന്നു വരാം എന്നും കാണുന്നു. നിങ്ങളെ പ്രാർത്ഥനയെല്ലാം ഫലം കണ്ട് തുടങ്ങുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം. ഇപ്പോൾ ചിന്തിക്കുന്നത് ഏത് രീതിയിലായിരിക്കണം എന്ന് പോലും, അതേക്കുറിച്ച് പോലും ഒരു ധാരണ നിങ്ങൾക്ക് വന്നു ചേരാം.
നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി മുന്നോട്ടുള്ള വഴിയിൽ ഒരു വഴികാട്ടിയായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നും പല സഹായങ്ങളും ലഭിക്കുക, കഠിനമായി പ്രയത്നിക്കുക, ആ കർമ്മത്തിനുള്ള ഫലം എത്രയും വേഗം നിങ്ങളിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകാം. നിങ്ങളുടെ മുന്നിൽ എത്തുന്ന അവസരങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മറ്റൊന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ഈ സമയം ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ആ അനുഗ്രഹം നിലനിർത്തുവാൻ സാധിക്കും എന്നും കാണുന്നു. തീർച്ചയായും നിങ്ങളെ പരീക്ഷണങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക.